ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലീനിങ് ഡേ ആണേ. നമ്മുടെ ആരൂട്ടനും ഞാനും കൂടിയിട്ടാണ് ഈ വീടൊക്കെ ഒന്ന് ഫുള്ള് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആകെ മൊത്തം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുവാണേ. ഇതിപ്പോൾ റൂമിൽ നമ്മൾ ആദ്യം ഈ മെയിൻ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈ റൂമിനകത്തിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ പുറത്തിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു റൂമാണെന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ഓണമൊക്കെ ഇനി എത്താറായില്ലേ, കർക്കിടകമൊക്കെ അല്ലേ. അപ്പം ഇപ്പോഴേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോ ഭാഗത്തു നിന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം ഞാനും കൂടെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കട്ടിലിൻ്റെ അടിയിലുള്ള പൊടിയും എല്ലാം ഇങ്ങനെ തൂത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ കുഞ്ഞു പെണ്ണ് സഹകരിക്കുന്നില്ല, നല്ല ബഹളമാണ്. ആൾ നല്ല വാശി പിടിച്ച് നിൽക്കുകയാണ്, എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഇതാ എത്തിയിട്ടുള്ളത് ആരൂസാണേ. ഓ പിന്നെ അമ്മയ്ക്ക് വയ്യാത്ത ദിവസം മാത്രമേ ഭാവിയും കൂടെ വന്നോണ്ട് ഫുൾ ഞാൻ തന്നെ. ശടാ പാവല്ലേ. ആദ്യത്തെ തുറച്ച് രണ്ടാമത്തെ അത് നോക്ക് അത് മാത്രം മറ്റേ തുറച്ച് അപ്പുറത്തത് അത് മൊത്തം തുറച്ച് അതിന്റെ അപ്പുറത്തതും കൂടെ അത് മൂന്നാമത്തെ തുറക്കണേ. ഇവിടെ മൊത്തം തുറച്ച് ഞാൻ പറഞ്ഞേ വയ്ക്കില്ല അമ്മച്ചി. ബാക്കി പോക്കറ്റുള്ളൂ തുണി ആ നമുക്ക് എത്തൂലേ ഞാൻ തുറച്ചു. കുഞ്ഞു ബേബിയെ ഞാൻ അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ടേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കിച്ചൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആരൂസ് അവിടെ റൂമിൻ്റെ ജനലൊക്കെ ഇങ്ങനെ തുറച്ചു നിൽക്കുകയാണ്. കേൾക്കാമോന്ന് അറിയത്തില്ല, ഫാൻ ഇട്ടിട്ടുണ്ട്. മോള് കിടന്ന് ഉറങ്ങിയല്ലേ, അപ്പോൾ ഞാൻ ഫാൻ ഇട്ടിട്ടാണ് വന്നത്. നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ ക്ലീനിങ് കൂടെ ഒന്ന് സെറ്റാക്കാം. കിച്ചൺ ഫുള്ള് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് അത്രയും ഒന്ന് സെറ്റാക്കിയിടാം. അങ്ങനെ കുറേ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ റൂം അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനും ആരൂസും രാവിലെ തുടങ്ങിയ പണിയാണ്. ഇതിപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്ക് കുഞ്ഞു ബേബി എഴുന്നേൽക്കുമ്പോൾ അവളിപ്പോൾ എടുക്കും, ഫീഡ് ചെയ്യും, ഉറക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും ക്ലീൻ ചെയ്യാനായിട്ട്.
ഇത് നമ്മുടെ പീലിക്കുട്ടിയുടെ മേക്കപ്പ് സാധനങ്ങളാണ്. കുറച്ച് ഹെയർ അക്സസറീസും ബോയും പിന്നെ കുറേ എന്തൊക്കെയോ വളകൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയും കൂടെ സെറ്റാക്കി ഇട്ടാൽ ഫുള്ള് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ റൂം ഇടാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വെക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണം. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് പോയി ഡയറക്റ്റായിട്ട് പോയി വാങ്ങിയതാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഈ സാധനം അവൈലബിൾ ആണ്. ഒരു കുഞ്ഞ് അലമാര പോലെ ഇരിക്കും. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഞാനും പീലിക്കുട്ടിയുടെയും കുഞ്ഞു ബേബിയുടെയും ഡ്രസ്സെല്ലാം ഈ 2 ഷെൽഫുണ്ട്. അപ്പം ഈ 2-ലുമായിട്ടാണ് വെക്കുന്നത്. ഇതിൽ സിബ് വരുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും കയറത്തില്ല. അപ്പം ഡ്രസ്സൊക്കെ നല്ല സേഫായിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുവച്ചത് നമ്മുടെ കുഞ്ഞു ബേബിയുടെ ഡ്രസ്സൊക്കെ വെക്കുന്നതാണ്. ഞാൻ ബെഡിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നൈറ്റൊക്കെ എടുക്കാനായിട്ട് എളുപ്പം അതാണ്. അതുകൊണ്ട് ഞാൻ അത് അവിടെ സേഫായിട്ട് വെച്ചു. ഇത് നമ്മുടെ പീലിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ വെക്കുന്നതാണ്. ഇത് ഞാൻ ഈ അലമാരയുടെ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് കുഞ്ഞു ബേബിയെ റൂമിലാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കിയപ്പം എന്നെ സഹായിച്ച ക്ഷീണത്തിൽ ആളിവിടെ വന്ന് ഡാൻസ് കളിക്കുകയാണ്. പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മയെ ഞങ്ങൾ TV ഇട്ട് ഡാൻസ് കളിച്ച് അമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് കേട്ടപ്പോൾ പാവം തോന്നി. അതുമല്ല നമ്മൾ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ജോലി ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് പാട്ടിടാൻ സമ്മതിക്കാതിരുന്നത്. പിന്നെ അവൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പാട്ടൊക്കെ ഇട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. കിച്ചണും ആകെ അലമ്പായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. രാവിലെ പാചകം ചെയ്ത എല്ലാ പാത്രങ്ങളും അങ്ങനെ കുറേ അഴുക്കും പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞു ബേബി വന്നതിന് ശേഷം വലിയ ഡീപ്പ് ക്ലീനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. കാരണം വാവ എപ്പോഴും എഴുന്നേക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞു എണീക്കുന്നത്. പിന്നെ മോളെ എടുത്ത് ഉറക്കിയൊക്കെ വരുമ്പോൾ ലേറ്റാവും. പിന്നെ ഒരു മടുപ്പായിരിക്കും. ഇപ്പോൾ എന്തായാലും ആൾ നല്ല ഉറക്കമായതുകൊണ്ട് ഇതെല്ലാം അങ്ങ് പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തോ ഒരു ഉന്മേഷം ഉഷാറൊക്കെ തോന്നിയാണ് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത്. എന്നും ഈ ഉത്സാഹമൊന്നും കാണാറില്ല. ഇന്നിപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിലൊക്കെ നല്ല പൊടി പിടിച്ചൊക്കെ കിടപ്പുണ്ടായിരുന്നേ. റൂമിലെ ജനലൊക്കെ ആരൂസിനെ തുടയ്ക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഗ്യാസിൻ്റെ പുറത്തൊക്കെ ഒന്ന് തുടച്ചിടണം. അതൊക്കെയായിരുന്നു. അതെല്ലാം ചെയ്തു. ഇനി നമുക്ക് ഈ കുറച്ച് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ട്. മഴ പെയ്തപ്പോൾ എടുത്ത് അകത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇനി കൊണ്ടൊന്ന് വിരിച്ചിടണം. അങ്ങനെ അതൊക്കെ എടുത്ത് വിരിച്ചിട്ടു. ഇതിനിടയ്ക്ക് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവിടെയും തൂത്തെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് നമ്മൾ തുടക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കുഞ്ഞു ബേബി എടുത്ത സമയത്ത് എനിക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാനും പറ്റി. ഇല്ലെങ്കിൽ വീണ്ടും ലേറ്റ് ആവുമായിരുന്നു. ഈ ജോലിയൊക്കെ ചെയ്ത് കുഞ്ഞു ബേബി അതിൻ്റെ ഇടയ്ക്ക് എടുത്തൊക്കെ നോക്കുമ്പോഴത്തേക്കും വീണ്ടും ലേറ്റ് ആയി. ഇപ്പോൾ തന്നെ നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ രാവിലെ തുടങ്ങിയ ജോലിയാണ് രാത്രിയായിട്ടുണ്ട് തീർന്നപ്പോൾ. ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ കിച്ചണും ഹോളും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടപ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നും നമ്മളുടെ റുട്ടീൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇന്നിപ്പോൾ കുഞ്ഞു ബേബി വലിയ ബഹളമൊന്നും ഇല്ലാതെ ഇരുന്നത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. കുഞ്ഞു പെണ്ണെന്താ എഴുന്നേറ്റിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.